ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC +2 LSS USS രാജ്യ പുരസ്കാർ JRC ലെവൽ പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളെയും ആദരിച്ചു. പരിപാടി വടകര പോലീസ് ഇൻസ്പെക്ടർ AV ദിനേശ് ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും രാജ്യ പുരസ്കാർ നേടിയ വിദ്യാർത്ഥികളെയും JRC ലെവൽ പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ലൗറൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വടകര പോലീസ് ഇൻസ്പെക്ടർ AV ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ജപ്പാന്റെ ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ ജാപ്പാനീസ് കാണികൾ ഈ സ്റ്റേഡിയത്തിലേക്ക് വരും. എന്താണ് ഈ കാണികൾ സ്റ്റേഡിയത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയോ? കയ്യിൽ ഒരു സഞ്ചിയുമായിട്ടാണ് അവർ. നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ജപ്പാൻ മത്സരിക്കുന്ന സ്റ്റേഡിയത്തിൽ ജപ്പാനിന് തോറ്റോ ജയിച്ചോ എന്തോ ആയിക്കോട്ടെ, ഈ മത്സരം കഴിഞ്ഞാൽ ബാക്കിയുള്ള കാണികളെല്ലാം പിരിഞ്ഞു പോയാലും ജാപ്പാനീസ് ഫുട്ബോൾ പ്രേമികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ സ്റ്റേഡിയത്തിലുള്ള കംപ്ലീറ്റ് ചപ്പും ചവറും കുപ്പികളും ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും ഒക്കെ എടുത്ത് പൊറുക്കി സഞ്ചിയിലിട്ട് കെട്ടി ആ സ്റ്റേഡിയത്തിൻ്റെ മൂലയ്ക്ക് കൊണ്ട് വെച്ചിട്ട് ശേഷം മാത്രമേ അവരവരുടെ സ്റ്റേഡിയത്തിൽ നിന്ന് വിട്ടുപോകാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രമാത്രം മഹത്തരമാണ് അവരുടെ ചിന്താഗതി എന്നത്. ഇനി ജപ്പാൻ കാണികൾ മാത്രമല്ല, കഴിഞ്ഞ തവണ ഖത്തർ ലോകകപ്പ് നടന്നപ്പോൾ 2022 ഈ ജപ്പാൻ അവരുടെ അവസാന മത്സരത്തിൽ തോറ്റ് ഈ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായപ്പോൾ ഈ ജപ്പാനിലെ ഫുട്ബോൾ കളിക്കാർ ആ ഫുട്ബോൾ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം കംപ്ലീറ്റ് അവർ തൂത്തുവാരി വൃത്തിയാക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ജാപ്പനീസ് ഭാഷയിൽ അതിൻ്റെ മേശപ്പുറത്ത് താങ്ക് യു എന്ന് എഴുതി വെച്ചിട്ടാണ് ഈ ജപ്പാൻ ഫുട്ബോൾ കളിക്കാർ അവിടെ നിന്ന് സ്റ്റേഡിയം വിട്ടുപോയത്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ വലിയ ഒരു ഉദാഹരണം എന്നുള്ളത് ജപ്പാൻ ജനതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്തുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ മനുഷ്യ സ്നേഹമാണ് നമ്മുടെ ഒരു മനുഷ്യൻ ആരാണ്, അതിന് ഏതായിക്കോട്ടെ, അവൻ എത്ര വലിയ പൊസിഷനിലായിക്കോട്ടെ, ഇനി എത്ര വലിയ സമ്പത്തിനുടമയായിക്കോട്ടെ, അവനെ വിലയിരുത്തുന്നത്, സമൂഹം വിലയിരുത്തുന്നത് അവൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ, അവൻ്റെ സഹിഷ്ണുതയുടെ പേരിലാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അത്തരത്തിൽ ഈ ഉയർന്ന വിജയങ്ങൾ നേടിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ രക്ഷകർത്താക്കളോടും നിങ്ങളുടെ അധ്യാപകരോടും നിങ്ങളുടെ സമൂഹത്തോടും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിജയങ്ങൾ ഊർജം പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ KK ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രിൻസിപ്പൽ V ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി സുഗുണേഷ് കുറ്റിയിൽ, PTA പ്രസിഡന്റ് K മനീഷ്, T സുമതി, M ബിന്ദു, TV രാജീവൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ദിനേശ് കരുവാങ്കണ്ടി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സബിത പ്രജോത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.